കൃത്യം 2 വർഷം മുമ്പ് കേരളത്തെ ഒന്നാകെ ഒരു മഹാപ്രളയം പിടിച്ചുലച്ചപ്പോൾ കേരളത്തെ താങ്ങിപ്പിടിച്ച ഒരു സമൂഹമുണ്ട്. കടലിൻ്റെ മക്കൾ, കേരളത്തിൻ്റെ സ്വന്തം സൈന്യം. ഒന്നും രണ്ടുമല്ല, 65,000 മനുഷ്യജന്മങ്ങളെയാണ് അവർ ഇരു കൈകളിലൂടെ കോരിയെടുത്തത്. എന്നാൽ കേരളത്തിൻ്റെ സൈന്യം ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കോവിഡ് ആശങ്കകൾക്ക് അപ്പുറമായിട്ട് സ്വന്തം വീടിൻ്റെ ഉള്ളിലൂടെ കടൽ വെള്ളം ഇരച്ചു കയറുന്ന അതിഭീകരമായ പ്രതിസന്ധിയിലൂടെയാണ് കേരളത്തിൻ്റെ തീരദേശ ജനത ഇന്ന് മുമ്പോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഷഖീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു തീരദേശത്തിൻ്റെ തീരായാതന. ഈ ഡിബേറ്റിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു കോവളം MLA ശ്രീ M. വിൻസെന്റ്, കൊച്ചി രൂപത PRO ഡോക്ടർ ജോണി സേവ്യർ പുതുക്കാട്ട്, പശ്ചിമ കൊച്ചി തീര സംരക്ഷണ സമിതി കൺവീനർ ശ്രീ TA ഡാൽഫിൻ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം ഡോക്ടർ ജോണി സേവ്യർ പുതുക്കാട്ടിലേക്ക് എത്തുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ക്യാമ്പയിനാണ് സേവ് ചെല്ലാനം എന്ന് പറഞ്ഞ്. ആ വീഡിയോകളൊക്കെ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. ശരിക്കും ചെല്ലാനത്തെ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്താണ്? അതിനെക്കുറിച്ച് ഈ കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ് ഡോക്ടർ ജോണി. അവിടെ ചെല്ലാനം എന്ന് പറഞ്ഞ ഗ്രാമം ഒരു വൈദികന്റെ വീക്ഷണത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ആലപ്പുഴ കൊച്ചി രൂപതകളുടെ ഒത്തിരിയേറെ ഇടവകളുള്ള ഏകദേശം 50,000-നടുത്ത് ആൾക്കാർ അധിവസിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് മൺസൂൺ കാലത്ത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഓരോ മാസത്തിലും കടൽ കയറി ജനങ്ങൾ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാവുന്ന ഒരു അവസ്ഥയാണ്. കടൽഭിത്തിയുടെ ആ ഒരു കാലങ്ങളിൽ ചെയ്യേണ്ട പണികളൊന്നും ചെയ്യാതെ അത് നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ മൂലമാണ് ഇത് വരുന്നത്. നിങ്ങൾ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നവർ തന്നെ ഒന്ന് ചിന്തിക്കുക. മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് ഉപ്പ് വെള്ളം ഇരച്ചു കയറുമ്പോൾ നിങ്ങളുടെ സാധന സാമഗ്രികളൊക്കെ എടുത്ത് നിങ്ങൾ പുറത്തേക്ക് പോയിട്ട് പിന്നെയും തിരിച്ചു വന്ന് പിന്നെയും അതിജീവിച്ച് അവിടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. ഇത് അനുദിന ജീവിതത്തിൽ അടിസ്ഥാനങ്ങളും സർട്ടിഫിക്കറ്റുകളും എല്ലാം എടുത്ത് ഓരോ മാസവും ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഓരോ മാസവും എന്ന കണക്ക് പ്രത്യേകിച്ച് വർഷകാലത്ത് ഓടേണ്ട ഒരു പ്രത്യേക അവസ്ഥയാണ് ചെല്ലാനത്തെ ജനങ്ങൾക്കുള്ളത്. ഇതിനേക്കാൾ കൂടുതൽ അത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. കാരണം മാസത്തിൽ ഒരു തവണ ഈ ഓട്ടം ഇപ്പൊ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികൾ, ഇത് വളരെ ദയനീയ അവസ്ഥയാണ്. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കടൽ കയറുന്ന പ്രശ്നം സാധാരണ ഒരു റോഡ് പൊളിഞ്ഞെടുക്കുന്ന പ്രശ്നം പോലെയല്ല. അത് ജീവിത വ്യവസ്ഥയെ ആകമാനം ബാധിച്ച് മനുഷ്യോചിതമായ ജീവിതം നയിക്കുവാൻ അവിടെ സാധ്യമല്ലാതെ വരുന്നു. ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതൊരു ഭരണ സംവിധാനവും മനുഷ്യർക്ക് മനുഷ്യാവകാശങ്ങൾ, അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങൾ, ജീവിക്കാനുള്ള അവകാശം, പാർപ്പിടത്തിനുള്ള അവകാശം, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, ഇത് 3ഉം നൽകേണ്ടവരാണ്. ചെല്ലാനത്ത് ഓരോ മാസവും 2 ദിവസമെങ്കിലും കഴിഞ്ഞ കുറെ കാലയളവായി വർഷങ്ങളായിട്ട് ഇത് ഹനിക്കപ്പെടുകയാണ്. ഇതിന്റെ നിരന്തരമായ ഉദ്ഘാതത്തിൽ ആ ജനം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. തീർച്ചയായും ഈ പ്രശ്നം ഓരോ ദിവസം അനുഭവിച്ച ഒരു വല്ലാത്ത ദുരിതത്തിലാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ നാളുകളിൽ ഇരപ്രഹരം എന്ന് പറയാവുന്ന രീതിയിൽ കോവിഡ് ഒരു വശത്ത്, മറുവശത്ത് കടൽക്ഷോഭം, അതിന്റെ കൂടെ അടിയന്തരാവസ്ഥ പോലുള്ള ഒരു തരം ലോക്ക്ഡൌണും ബാക്കിയുള്ളിടത്തെല്ലാം ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ചെല്ലാനത്തിന് മാത്രം പുറത്തേക്ക് വരാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥ. ശരിക്കും പറഞ്ഞ ട്രിപ്പിൾ ലോക്ക്ഡൌൺ എന്ന് പറയുമ്പോൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കടലും കോവിഡും ഗവൺമെന്റും ഒന്നിച്ചു നൽകുന്ന ഇതുവരെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള അവസ്ഥ. അതാണ് ഞങ്ങളുടെ ദുരിതം, ചെല്ലാനത്തിന്റെ ദുരിതം. ഇത് 50,000-നോടടുത്ത് വരുന്ന ജനങ്ങൾ അനുഭവിക്കുകയാണ്. വ്യക്തമാണ്. ശ്രീ M. വിൻസെന്റ്,
നമ്മൾ ഈ പറയുന്ന കടലോരത്തെ പ്രശ്നങ്ങളൊക്കെ കേവലം ചെല്ലാനത്ത് മാത്രം നിൽക്കുന്നതല്ല. കേരളത്തിൻ്റെ കടൽ തീരങ്ങളിലെല്ലാം താമസിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾക്കുള്ള ഒരു വിഷമമാണ് ഇവിടെ അച്ഛൻ പറഞ്ഞു വെച്ചത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭരണ സംവിധാനങ്ങളൊക്കെ ഈ ഒരു കടലിൻ്റെ മക്കളോട് അവരർഹിക്കുന്ന ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഈ മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ ഈ ഇവരുടെ വിഷമങ്ങളൊക്കെ അതിൻ്റെ ഒരു എസൻസ് ഉൾക്കൊണ്ടുകൊണ്ട് ഇടപെടുന്നുണ്ടോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ? എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായും താങ്കൾ പങ്കുവച്ച ആശങ്ക തീർച്ചയായും ശരിയായിട്ടുള്ള ഒന്നാണ്. കാരണം കടൽ തീരത്ത് താമസിക്കുന്ന ജനങ്ങളുടെ പൊതുവായ പ്രശ്നം സമാധാനപരമായി അവർക്ക് സാധാരണ നിലയിലുള്ള ജീവിതം അവർക്ക് നയിക്കണമെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, കടലേറ്റം ഉണ്ടാകുമ്പോൾ അവരുടെ വീടെല്ലാം കടൽ വെള്ളത്തിലാകുന്നു. അല്ലാത്ത സമയത്താകട്ടെ അവർക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത തരത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകളും അവർക്കുണ്ടാകുന്നു. ഒരു ഭാഗത്ത് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ തുടരെ വരുന്നതിലൂടെ മത്സ്യബന്ധനം തന്നെ അവർക്ക് സാധ്യമല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം. ഒരു വർഷം 75 ദിവസം കൃത്യമായി പോകാൻ കഴിഞ്ഞാൽ ഭാഗ്യം. ഈ പോകുന്ന ദിവസം അവർക്ക് ആവശ്യത്തിന് മത്സ്യം ലഭിച്ചില്ലെങ്കിൽ അവരുടെ ദുരിതം ഇരട്ടിയാവുകയാണ്. പിന്നെ അന്നത്തെ ദിവസം അവർക്ക് കടത്തിലായിരിക്കും അവർ മടങ്ങി വരുന്നത്. ഈ ഒരു അവസ്ഥയാണ് ഈ തീരദേശങ്ങളിലുള്ളത്. അപ്പോൾ ഇതിനെ അഡ്രസ് ചെയ്യാൻ പല പദ്ധതികളും പരിപാടികളും സർക്കാരുകൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സമ്പൂർണമായ ഫലം ഉണ്ടാവുകയില്ല. ഇപ്പോൾ തന്നെ തീരത്ത് നിന്ന് 50 മീറ്റർ ഉള്ളിൽ താമസിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി ഉണ്ട് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് എത്ര ആളുകളെ പുനരധിവസിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ചോദിക്കേണ്ട പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാര്യമായിട്ട് ഒന്നും അത് മുന്നോട്ട് പോയിട്ടില്ല. മറ്റൊരു വസ്തുത, കടൽ കയറ്റം ഉണ്ടാകുമ്പോൾ അവിടെ കല്ലടിക്കുന്ന ഒരു പ്രക്രിയ പരമ്പരാഗതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാൽ യഥാർത്ഥത്തിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള, സക്സസ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അതിനനുസരിച്ചൊരു മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്ന്. നമുക്കറിയാം, ഈ തീരത്ത് ഇടുന്ന കല്ലുകൾ തന്നെ പിന്നീട് കടലെടുത്തുകൊണ്ട് പോവുകയും അത് മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മത്സ്യബന്ധനവുമായി മുന്നോട്ട് പോകുമ്പോൾ അപകടങ്ങൾ വരുത്തി വയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി മണൽ ചാക്കുകൾ അടുക്കി ഇത് പരിഹരിക്കാം എന്ന ഒരു നിർദ്ദേശവുമായി മുമ്പോട്ട് വന്നത്. എന്നാൽ അതും സക്സസ് അല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രിയോടും അതുപോലെ തന്നെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചുകൂട്ടിയ യോഗങ്ങളിലുമെല്ലാം ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്, ഇത് സക്സസ് ആയിട്ടുള്ള ചില മോഡലുകൾ പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ എന്നുള്ള ഒരു പരിപാടി, ഒരു പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ കണ്ടൽ ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം ശാസ്ത്രീയമായി പഠനത്തിന് വിധേയമാക്കി എന്ത് ടെക്നോളജിയാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ധാരണയുണ്ടായിട്ട് വേണം ഇത് ചെയ്യാൻ. കടലാക്രമണം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മുട്ടുശാന്തിക്ക് ചില പരിപാടികൾ നടത്തുക എന്ന നിലയിൽ നിന്ന് മാറി നമുക്കൊരു ദീർഘവീക്ഷണത്തോടു കൂടി ഈ കടൽ കയറ്റത്തിന് പ്രതിരോധിക്കാനും ജനങ്ങൾക്ക് താമസിക്കുന്ന വീടുകളിൽ ഏത് കാലാവസ്ഥയിലും അവർക്ക് താമസിക്കാനും ഉള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കോവിഡിന്റെ കാലത്ത് മറ്റൊരു മേഖലയിലും ഇല്ലാത്ത വിധത്തിലുള്ള കടുത്ത നിയന്ത്രണങ്ങളാണ് തീരദേശ മേഖലയിൽ ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. തീരദേശത്ത് നിന്ന് മത്സ്യവുമായി ആരും പുറത്തുപോയി വിൽക്കാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. തൊഴിൽപരമായ നഷ്ടം എന്ന് പറഞ്ഞാൽ മറ്റൊരു മേഖലയ്ക്കും ഇല്ലാത്ത വിധത്തിലാണ്. മാർച്ച് മാസം മുതൽ ഉണ്ടായ ലോക്ക്ഡൌണിൽ തീരദേശത്ത് നിന്ന് ആരും മത്സ്യബന്ധനത്തിന് പോയില്ല, ഒരാൾ പോലും പോയില്ല. ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മത്സ്യബന്ധനമില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമല്ല അവർ. മത്സ്യബന്ധനമല്ലാതെ മറ്റൊരു തൊഴിലും അറിയാവുന്നവരുമല്ല. അപ്പൊ അങ്ങനെ മത്സ്യബന്ധനം തന്നെ മുടങ്ങിയിരിക്കുകയാണ് മാസങ്ങൾ. ഇപ്പൊ 5 മാസം കഴിഞ്ഞു. ഈ 5 മാസക്കാലത്തിനിടയിൽ അവർക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മത്സ്യബന്ധന സീസണാണ്.
ആ സീസൺ 3 മാസത്തെ സീസണാണ്. ആ 3 മാസം ലഭിക്കുന്ന വരുമാനമാണ് ആ വിഴിഞ്ഞം, പൂന്തറ, വേളി മുതൽ പൊഴിയൂർ വരെയുള്ള പ്രദേശത്തെ ആളുകൾക്ക് അവരുടെ ഒരു വർഷക്കാലത്തെ ഒരു വരുമാനമോ സമ്പത്തോ ആയി മാറേണ്ടത്. എന്നാൽ ഈ ലോക്ക്ഡൗണിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിഞ്ഞില്ല. ഏകദേശം 2.25 മാസം കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പൊ അവിടെ ഭയങ്കര വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. ലോക്ക്ഡൌൺ ആണ്. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ എം വിൻസെന്റ്, ശ്രീ ടി എ ഡാൽഫിൻ, ഇവിടെ കോവളം MLA പറഞ്ഞത് വളരെയധികം കാര്യങ്ങളുടെ ഇടപെടാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും എന്നാൽ അതൊന്നും പ്രായോഗികതയിൽ നടപ്പാക്കപ്പെടുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഓഖി വന്ന സമയത്താണ് പശ്ചിമ കൊച്ചി തീര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു സംഘടന, ആ ഒരു സഖ്യം നമ്മൾ രൂപവത്കരിക്കുന്നതും വളരെ ശക്തമായ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ രാഷ്ട്രീയ നേതാക്കളുടെ നൽകുന്ന ഇത്തരം ചില വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചില പ്രഖ്യാപനങ്ങളൊക്കെ പലപ്പോഴും അതൊരു പ്രഖ്യാപനങ്ങൾ മാത്രമായി പോകുന്ന ഒരു കാഴ്ചയല്ലേ ശ്രീ ടി എ ഡാൽഫിൻ കണ്ടിട്ടുള്ളത്? ഓഖി കാലത്താണ് ഈ സംഘാതമായ ഒരു മുന്നേറ്റം ചെല്ലാനത്തുണ്ടായതെങ്കിലും പതിറ്റാണ്ടുകളായി തീരദേശത്ത് വിവിധ തരത്തിലുള്ള സമരങ്ങളും സമര പരിപാടികളും കടലാക്രമണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊരു ചരിത്രമാണ്. ഒരു ഗവൺമെന്റിന്റെ ഭാഗം എന്ന നിലയിൽ ശ്രീ എം വിൻസെന്റ് സൂചിപ്പിച്ച വളരെ ഗൗരവമായ ചില കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീരദേശത്ത് എന്ത് നടക്കുന്നു, അതിന് എന്താണ് പ്രതിവിധി എന്ന് ഗവൺമെന്റിൽ ഇതുവരെ കൃത്യമായ ഒരു ബോധ്യം ഗവൺമെന്റുകൾക്കുണ്ടായിട്ടില്ല. അത് മാറി മാറി വന്നിട്ടുള്ള UDF ഗവൺമെന്റ് ആണെങ്കിലും LDF ഗവൺമെന്റ് ആണെങ്കിലും എന്താണ് തീരദേശത്തെ ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കാൻ ആവശ്യമായത്, ഏത് തരത്തിലുള്ള കടലാക്രമണ പ്രതിരോധ പ്രവർത്തനമാണ് തീരമേഖലയിൽ നടപ്പിലാക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു നിശ്ചയമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് തീരദേശത്തെ ഗവൺമെന്റ് ഇത്തരത്തിൽ അവഗണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഇന്നത്തെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഗവൺമെന്റ് പുനരധിവാസ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നു. കേരളത്തിന്റെ തീരദേശത്ത് നിന്ന് 50 മീറ്ററിനകത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് മാറി താമസിക്കുന്നതിന് പുനരധിവാസം എന്ന നിലയിൽ 10 ലക്ഷം രൂപ കൊടുക്കും എന്നാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ശ്രീ എം വിൻസെന്റ് സൂചിപ്പിച്ച പദ്ധതി. എങ്ങനെയാണ് ഒരു 10 ലക്ഷം രൂപ കൊണ്ട് ഒരു ആള് 3 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഒരു പുരയിടം നിർമ്മിക്കേണ്ടത് എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി തരേണ്ടതാണ്. എന്തുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കാതെ പോകുന്നത് അല്ലെങ്കിൽ നടത്താൻ പറ്റാത്തത് എന്നുള്ള അതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. വളരെ കുറച്ചു പേരെ അത് മാറ്റിപ്പാർപ്പിക്കാൻ സാധിച്ചുള്ളൂ, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. തീരദേശത്തെ സംരക്ഷിക്കുന്നതിന് വ്യക്തമായ ഒരു പദ്ധതി ഗവൺമെന്റിനില്ല. ഒരുപാട് വകുപ്പുകൾ ഈ പ്രദേശങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. തീരപരിപാലനം നടത്തുന്നത് അല്ലെങ്കിൽ കടൽ ഭിത്തിയുടെ നിർമ്മാണം നടത്തേണ്ടത് ഇറിഗേഷൻ വകുപ്പാണ്. ഈ തീരദേശത്ത് ഇറിഗേഷൻ വകുപ്പും നമ്മളുടെ ഷിപ്പിംഗ് കോർപ്പറേഷൻ അല്ലെങ്കിൽ തുറമുഖ വകുപ്പും എല്ലാം പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകീകരണമില്ലായ്മയും വളരെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. എന്തുകൊണ്ടാണ് തീരദേശത്ത് ഒരു കടലാക്രമണം ഉണ്ടാകുന്നത്? നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് കേരളത്തിൽ നടത്തിയിട്ടുള്ള അനധികൃതമായ അല്ലെങ്കിൽ ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത നിർമ്മാണ പ്രവർത്തികൾ അല്ലെങ്കിൽ കടലിലേക്ക് ഉള്ള മനുഷ്യന്റെ കടന്നുകയറ്റമാണ് കടലാക്രമണത്തിന് കാരണമായി മാറിയത്. ഈ ചെല്ലാനത്തിന്റെ പശ്ചാത്തലം കണക്കിലെടുത്താൽ ചെല്ലാനത്ത് കടലാക്രമണം ആരംഭിക്കുന്നത് തന്നെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ വരവോടുകൂടി. ഈ കടലാക്രമണം ശക്തിപ്പെടുത്തിയത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ ഉത്ഭവവും ഒപ്പം അതോടനുബന്ധിച്ച് മദർഷിപ്പുകൾ അടുക്കുന്നതിന് വേണ്ടി 7 മീറ്റർ ആയിരുന്ന അഴിയുടെ ആഴം
14ഉം 18ഉം മീറ്ററായി നിരന്തരമായി ഡ്രഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരവസ്ഥ ഈ കൊച്ചിയുടെ തുറമുഖത്ത് നിലവിലുണ്ട്. ഇതെല്ലാം കേരളത്തിൻ്റെ തീരത്തെ കടലാക്രമണത്തിന് വിധേയമാക്കിയ ശാസ്ത്രീയ അടിത്തറയില്ലാതെ മണ്ഡലം തോറും തീരദേശത്തിലെ മണ്ഡലം തോറും നിർമ്മിച്ചിട്ടുള്ള മിനി ഫിഷിംഗ് ഹാർബറുകൾ ഈ കടലാക്രമണത്തിന് ആക്കം കൂട്ടുന്നു. ഓരോ പദ്ധതിയും നിലവിൽ വരുമ്പോൾ പ്രകൃതിയിൽ പ്രത്യാഘാത പഠനങ്ങൾ നടത്തുമെങ്കിലും അത് ഈ പദ്ധതികളുടെ അനുമതിക്ക് വേണ്ടി മാത്രമാണ് ആ പഠനങ്ങൾ നടത്തുന്നത്. എന്നാൽ പ്രത്യാഘാത പഠനങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രതിവിധികൾ ഈ പ്രദേശത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കടലാക്രമണം ശക്തിപ്പെടുത്തുന്നതിനും തീരം നഷ്ടപ്പെട്ടു പോകുന്നതിനും കാരണമായി തീരുന്നു. ചെല്ലാനം പഞ്ചായത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഭൂമിയുടെ വിസ്തൃതി നമ്മൾ മനസ്സിലാക്കിയാൽ അതിൻ്റെ അവസ്ഥ മനസ്സിലാവും. 17.5 കിലോമീറ്റർ നീളമാണ് ചെല്ലാനം പഞ്ചായത്തിനുള്ളത്. 17.5 കിലോമീറ്റർ നീളത്തിൽ 1.06 കിലോമീറ്റർ വീതിയിൽ കര നഷ്ടപ്പെട്ടിരിക്കുന്നു. എത്ര സ്ക്വയർ കിലോമീറ്റർ കരയാണ് ചെല്ലാനത്തു നിന്ന് നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി പരിശോധിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഭൂമിയുടെ നഷ്ടം കണക്കാക്കിയാൽ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ റവന്യൂ ഭൂമിയുടെ നഷ്ടമാണ് ചെല്ലാനം പഞ്ചായത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എത്രയോ കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ ഭൂമി ഈ പ്രദേശത്ത് നഷ്ടമായി. ഗവൺമെന്റ് അപ്പോഴും കൊണ്ടുവരുന്നത് ഈ 50 മീറ്റർ അകത്ത് താമസിക്കുന്ന ജനങ്ങളോട് മാറി താമസിക്കണം, കടലിന് വേണ്ടി നിങ്ങൾ പിന്മാറിക്കൊടുക്കണം എന്നുള്ള നിലയിലാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് നടത്തിയ വളരെ ഖേദകരമായ ഒരു പ്രസ്താവന. തീർച്ചയായും കടലിന്റെ മക്കളോട് കടലരികിൽ നിന്ന് പിൻവാങ്ങണം, കടലിന് വേണ്ടി പിൻവാങ്ങണം എന്നാണ് മന്ത്രി പറയുന്നത്. അതെ, ഞാൻ തിരിച്ചു വരാം. വളരെ ശ്രദ്ധേയമായി നമുക്കിനി അത് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ആ മേഖലയിലെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഞാൻ ശ്രീ എം വിൻസെന്റിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെ ശ്രീ TA ഡാൽഫിൻ ഉന്നയിച്ച ഒരു കാര്യം വളരെ പ്രസക്തമാണ്. വല്ലാർപാടം ടെർമിനൽ പദ്ധതി വന്നപ്പോഴേക്കും കൊച്ചിയിൽക്കുണ്ടായ പാരിസ്ഥിതിക ആഘാതം വളരെ വലുതാണ്. അതുപോലെ തന്നെ നമുക്ക് വിഴിഞ്ഞം പദ്ധതിയും നമ്മുടെ മുമ്പിലുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന ഒരു കാര്യം ശംഖുമുഖം ബീച്ചിലേക്ക് പോകുമ്പോഴത്തെ അവസ്ഥയാണ്. നമ്മൾ ഓരോ തവണയും ശംഖുമുഖത്തേക്ക് പോകുമ്പം തീരം ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതുകൊണ്ടാണ്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ ഒരു പദ്ധതികളൊക്കെ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതത്തെക്കുറിച്ചുള്ള ഒരു വീണ്ടും വിചാരം ഇല്ലാതെ പോകുന്നില്ലേ? ഈ വിഴിഞ്ഞം പദ്ധതിയൊക്കെ അങ്ങയുടെ മണ്ഡലത്തിൻ്റെ അടുത്ത് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാകുമ്പോൾ അങ്ങേക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കും. എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വൻകിട പദ്ധതികൾ വരുമ്പോൾ ആ പദ്ധതികൾ വരാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പദ്ധതികൾ വരണം. പക്ഷെ പദ്ധതികൾ വരുമ്പോൾ ആ പദ്ധതി കൊണ്ടുണ്ടാകുന്ന ആഘാതം ആദ്യമായി അനുഭവിക്കപ്പെടേണ്ടുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. അപ്പൊ ആ മത്സ്യത്തൊഴിലാളികൾക്ക് ആ ആഘാതം അനുഭവപ്പെടാതിരിക്കാനുള്ള പദ്ധതികളും കൂടി ഇതിനകത്ത് സമന്വയിപ്പിച്ചുകൊണ്ട് വേണം വരാൻ. വിഴിഞ്ഞം പദ്ധതിയൊക്കെ വരുന്ന സമയത്ത് അന്ന് തീരദേശത്തെ പ്രതിനിധികളൊക്കെ ഉന്നയിച്ച കുറേ ആശങ്കകളുണ്ട്. ആ ആശങ്കകളൊക്കെ ഇപ്പം ശരിക്കും അത് റിയാലിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഈ പദ്ധതികൾ മൂലം ഉണ്ടാകുന്ന തീരശോഷണം, ആ തീരശോഷണം തടയുന്നതിനാണ് ഞാൻ പറഞ്ഞത് പുതിയ ടെക്നോളജികൾ കണ്ടെത്താൻ നമുക്ക് നമ്മുടെ നിരവധിയായിട്ടുള്ള ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. ആ ഗവേഷണ സ്ഥാപനങ്ങളെല്ലാം തന്നെ മാറുന്ന കാലത്തിനനുസരിച്ച് അവർക്ക് ടെക്നോളജിയിൽ ഒരു മാറ്റം വരുത്തി എന്ത് സംവിധാനമാണ് തീരശോഷണം തടയാൻ ഫലപ്രദമായിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അതുപോലെ തന്നെ പുതുതായി തീരദേശത്ത് വീടുകൾ വയ്ക്കുന്നത് ഒരു പ്രത്യേക ഒരു പരിധി നമ്മൾ നിശ്ചയിക്കുന്നത്. അതാണ് 50 മീറ്ററിനുള്ളിൽ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചത്. അതിന് 10 ലക്ഷം രൂപയാണ് നൽകുന്നത്. തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ അത് പരിമിതമാണ്. പക്ഷെ മറ്റ് സോഴ്സുകൾ കൂടി നമ്മൾ പണം കണ്ടെത്തി ഇത്തരം പുനരധിവാസങ്ങൾ നടത്തണം. പുനരധിവാസം നടത്തുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ വളരെ ദൂരെയൊന്നും കൊണ്ടുപോയി നമുക്ക് പുനരധിവാസം നടത്താൻ നമുക്ക് കഴിയില്ല. കാരണം അവരുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ദൂരെ നിന്ന് എല്ലാ ദിവസവും അവർ
വന്ന് അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങളെല്ലാം കൊണ്ടുവന്ന് മത്സ്യം പിടിക്കാൻ പോകാനും കഴിയില്ല. അപ്പോൾ ഇത് കണ്ടെത്തിക്കൊണ്ട് ഒരു ദീർഘകാലമായ പദ്ധതിയാണ് നമുക്ക് നടപ്പിലാക്കേണ്ടത്. ശ്രീ എം വിൻസെന്റ്, എൻ്റെ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. അതായത് നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിന് ശേഷം അതിനുള്ള ഉത്തരം കാണുന്നതിനേക്കാൾ നല്ലത് ഇത്തരം ഒരു വലിയ പദ്ധതികൾക്കൊക്കെ നമ്മൾ അംഗീകാരം കൊടുക്കുമ്പം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരു വിചിന്തനം വേണ്ടിയിരുന്നില്ലേ? വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ഉണ്ടായേക്കാം, പക്ഷേ ഈ കടലിലെ മക്കൾക്ക് അത് എങ്ങനെ അവരുടെ ജീവിതത്തെ ബാധിക്കുമെന്നൊക്കെയുള്ള ഒരു വിചിന്തനം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് വന്നില്ലെങ്കിൽ അതൊരു വലിയ വീഴ്ച തന്നെയല്ലേ? നമുക്കിനി അത് പരിഹരിക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ അതൊരു നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയല്ലേ? തീർച്ചയായും ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം സർക്കാരുകൾ കാലേക്കുട്ടി കണ്ട് പദ്ധതികൾ തയ്യാറാക്കേണ്ടതാണ്. അത് പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ തന്നെ അതിന്റെ സാമൂഹ്യാഘാത പഠനം നടത്തിയതിനു ശേഷം മാത്രമേ ഈ പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ. ആ സാമൂഹ്യാഘാത പഠനത്തിന്റെ ഭാഗമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ പിൽക്കാലത്ത് നടപ്പിലാക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യേണ്ടത്. അത് നടപ്പിലാക്കാനുള്ള സമ്മർദ്ദങ്ങളും നടപടികളുമായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഓരോ പദ്ധതികൾ വരുമ്പോഴും അതിൻ്റെ കുറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. ആ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളാണ് സാമൂഹ്യാഘാത പഠനത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. അവിടെ വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ തന്നെ സാമൂഹ്യാഘാത പഠനം നടത്തിയെന്ന് മാത്രമല്ല, ഒരു സോഷ്യൽ ഹിയറിംഗും കൂടി അന്ന് നടത്തിയിരുന്നു. അന്ന് ഉന്നയിക്കപ്പെട്ട ആശങ്കകൾ പിൽക്കാലത്ത് എത്രമാത്രം പരിഹരിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് സംശയമുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം തന്നെ ഈ കടലാക്രമണങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെന്റിന്റെ സവിശേഷമായ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പെടുത്താറുണ്ട്. പക്ഷെ ആ സമയം കഴിയുമ്പോൾ ഈ കാര്യങ്ങളിൽ എല്ലാവരും ആരൊക്കെ സർക്കാർ ഏജൻസികളായിരുന്നാലും പറഞ്ഞതുപോലെ സർക്കാർ വകുപ്പുകളായിരുന്നാലും ഇതിൽ സർക്കാരിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്ന സാമൂഹ്യ വിഭാഗങ്ങളായിരുന്നാലും ആ സമയത്ത് ഇതിനെക്കുറിച്ച് രോഷത്തോടുകൂടി നമ്മൾ സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നതിന് പിന്നീട് ഈ സ്ഥിതിഗതികൾ സാധാരണഗതിയിലാകുമ്പോൾ പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. ഇതിന് തുടർച്ചയായിട്ടുള്ള ഒരു സമ്മർദ്ദവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം വരും. ആ തീരുമാനം നടപ്പിലായില്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങളുമായി പലപ്പോഴും നമ്മൾ പോകാറില്ല. ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പ്രശ്നങ്ങളുമായി വരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. ഡോക്ടർ ജോണി സേവ്യർ, MLA പറയുന്നത് ഈ സമ്മർദ്ദങ്ങളെക്കുറിച്ചാണ്. കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അച്ഛൻ്റെ ഒരു അനുഭവത്തിൽ ഇത്തരം സമരങ്ങളുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്ന കൊച്ചി രൂപതയെ പ്രതിനിധീകരിച്ചാണ് അച്ഛൻ സംസാരിക്കുന്നത്. അച്ഛൻ്റെ അനുഭവത്തിൽ എന്താണ് ഇത്തരം സമരങ്ങൾ നമ്മൾ നടത്തിയപ്പോൾ നമ്മുടെ ജനപ്രതിനിധികളിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ പ്രതികരണം, അതൊക്കെ എങ്ങനെയായിരുന്നു? ജനപ്രതിനിധികൾ ഞങ്ങളുടെ ഏറ്റവും ശക്തമായ ഒരു സമര കാലഘട്ടത്തിൽ കടൽ ഭിത്തി നിർമ്മിച്ചു തരും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കടലിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം, കടൽക്ഷോഭത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം തരുമെന്നുള്ള വാഗ്ദാനങ്ങളിലേക്ക് അവരെ എത്തിക്കുവാൻ ഈ പശ്ചിമ കൊച്ചി തീര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഒരു ശക്തമായ സമരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ആ താൽക്കാലികമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളായിട്ട് അവ ചുരുങ്ങിപ്പോയി, അതിന് ശാശ്വതമായ പരിഹാരം വന്നില്ല എന്നുള്ള തോന്നലൊക്കെയാണ് ഇന്ന് ഞങ്ങൾക്കുള്ളത്. സമ്മർദ്ദ ഗ്രൂപ്പ് ശ്രീ വിൻസെന്റ് MLA സൂചിപ്പിച്ചതുപോലെ സമ്മർദ്ദ ഗ്രൂപ്പ് ആകാൻ മാത്രമല്ല ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ഞങ്ങള് ഈ പശ്ചിമ കൊച്ചിയില് 2 രൂപതകൾ, ആലപ്പുഴ കൊച്ചി രൂപതകളിലെ എല്ലാ മക്കളും ഒന്ന് ചേർന്ന് ഞങ്ങൾ ആ സമ്മർദ്ദ ഗ്രൂപ്പ് തന്നെയാണ്. കാരണം ഇത് വെറുതെ സമ്മർദ്ദം ചെലുത്തുന്നില്ല, അതിജീവനത്തിന്റെ സമ്മർദ്ദമാണ്. അതിൻ്റെതായ അർത്ഥത്തിൽ കാണും. ഈ സമ്മർദ്ദം കൊണ്ട് ഞങ്ങളുടെ അതിജീവനത്തിനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ പാർട്ടിക്കാരുടെ മുന്നിൽ, ഇരു മുന്നണികളുടെ മുന്നിൽ മാറി മാറി നടക്കുകയാണ്. ആരെയും പേരെടുത്ത് കുറ്റം പറയാനോ ആരെയും അധിക്ഷേപിക്കാനോ ഒന്നും അല്ല പറയുന്നത്. പക്ഷേ 2 മുന്നണികളും ഇതില് ഞങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ചെയ്തു തന്നിട്ടില്ല. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മുടെ കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതി ആവർത്തിച്ച് സൂചിപ്പിച്ചു. കേരള റീജിയണൽ ലാറ്റിൻ കത്തോലിക്ക മെത്രാന്മാരുടെ സമിതി ആവർത്തിച്ച് സൂചിപ്പിച്ചു. കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കോൺഫറൻസ്, അൽമാരിലൂടെയുള്ള സംഘടനകൾ ആവർത്തിച്ച് സൂചിപ്പിക്കുകയും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങള്
അവസാന ആശ്രയം എന്ന രീതിയിൽ ഇപ്പോഴൊരു തെറ്റിദ്ധാരണ വരുന്നിരിക്കുന്നത് സഭ വിചാരിച്ചാല് ഈ കടൽഭിത്തി കെട്ടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും സമ്മർദ്ദവും സ്വാധീനവും സമുദായ സ്വാധീനവും ഉപയോഗിച്ച് കത്തോലിക്ക സഭയിലെ 2 രൂപതകൾ, ആലപ്പുഴയും കൊച്ചി രൂപതയും അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും ആവാത്ത അവസ്ഥയിൽ പ്രതികരിക്കാനും പ്രതിഷേധം അറിയിക്കാനും പോലും പറ്റാത്ത കാലഘട്ടത്തിൽ നിന്നുകൊള്ളുക, സഹിക്കുക എന്നുള്ള ഒരവസ്ഥയിലാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, ഞങ്ങളുടെ ഒരേ ഒരു ആവശ്യം ഫോർട്ട് കൊച്ചി മുതൽ അന്ധകാരനഴി വരെ ഈ പ്രദേശം ഒരു പ്രത്യേക ഭൂപ്രദേശമാണ്. ഇവിടെ ശാശ്വതമായിട്ടുള്ള കടൽക്ഷോഭത്തിന് പരിഹാരം കടൽ ഭിത്തി, അതുപോലെ പുൽമുട്ടോടുകൂടിയുള്ള കടൽ ഭിത്തിയാണ് ആവശ്യമുള്ളത്. അത് നിർമ്മിച്ച് കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഞങ്ങൾ ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല, പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ കാര്യത്തിന് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു പകപ്പ് വന്നു നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷെ തരണം ചെയ്യും, ഞങ്ങൾ ഒന്നിച്ചു നിന്ന് തരണം ചെയ്യും. ജനങ്ങൾ കൂടെയുണ്ട്. ശ്രീ ടി എ ഡാൽഫിൻ, ആദ്യഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ പറഞ്ഞു വരികയായിരുന്നു, പ്രത്യേകിച്ച് അവിടുത്തെ ഒരു പശ്ചാത്തലം. ശരിക്കും നമ്മൾ ഈ ഒരു ഇത്തരം സമരങ്ങളുമായിട്ടും അല്ലെങ്കിൽ അത്തരം ചില ബോധവൽക്കരണങ്ങളുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ സർക്കാരുകൾക്കും അല്ലെങ്കിൽ ഈ സർക്കാർ സംവിധാനങ്ങളോടുമൊക്കെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഈ തീരദേശ ജനതയ്ക്ക് ഇനിയും ഈ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് നേടിയെടുക്കേണ്ട ചില അവകാശങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, ഒരു അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന തരത്തിലുള്ള ഒരു കടൽ ഭിത്തി അവിടെ വേണം. ഈ കടൽ ഭിത്തിയുടെ കാര്യത്തിൽ ശാസ്ത്ര സമൂഹങ്ങൾ തമ്മിൽ പലതര തർക്കങ്ങളുണ്ട്. കടൽ ഭിത്തി ഇപ്പോൾ പൊന്തി വരുന്ന ചില അഭിപ്രായങ്ങളുടെ സൂചനകളാണ് MLA നമുക്ക് നൽകിയത്. കടൽ ഭിത്തി അത് ബീച്ച് നിർമ്മിച്ചുകൊണ്ടുള്ള കടല് സംരക്ഷണം വേണമോ, കല്ലുകൊണ്ടുള്ള കടൽ ഭിത്തി വേണമോ, ജിയോ ട്യൂബ് അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് സംവിധാനങ്ങൾ കൊണ്ടുള്ള കടൽ ഭിത്തി വേണമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ വലിയ ചർച്ചകളും വളരെ വലിയ ആശയക്കുഴപ്പങ്ങളും ആണ് ഞങ്ങൾ ഓരോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഓരോ വിഭാഗങ്ങളെയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയും ഒക്കെ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയും. സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ 590 കിലോമീറ്റർ നീളം വരുന്ന തീരപ്രദേശത്താണ് കേരളത്തിലെ ജനങ്ങളുടെ ഏതാണ്ട് 60% ആളുകൾ അധിവസിക്കുന്നത്. ഈ നിബിഡമായ ജനങ്ങളാണ് കേരളത്തിൻ്റെ കയറ്റുമതിയിലൂടെയും കേരളത്തിൻ്റെ വരുമാനത്തെ പിടിച്ചു നിർത്തുന്ന ഒരു വലിയ വിഭാഗം തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത്. അത് മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, കെട്ടിട നിർമ്മാണ തൊഴിലാളികളും ഇതര വിഭാഗങ്ങളിലുള്ള തൊഴിലാളികളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നു. തീരപരിപാലന നിയമം എന്ന നിലയിൽ ഒരു വലിയ നിയമം ഇവിടെ നിലവിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ തീരത്തു നിന്ന് 200 മീറ്റർ ദൂരത്തിൽ വീടുകൾ നിർമ്മിക്കുന്നതിന് തീരദേശത്തെ ജനങ്ങളെ വിലക്ക് ഏർപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നിലവിലുള്ള അവിടെ നമ്പറിട്ട് നിലവിലുള്ള വീടുകൾ 1991 മുൻപ് നിലവിലുള്ള വീടുകളാണ്. ഈ വീടുകളെയാണ് ഗവൺമെന്റ് പറയുന്നത് 50 മീറ്റർ ഒഴിച്ചിട്ട് ഇവിടെ നിന്ന് മാറി താമസിക്കണം എന്ന്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചിന്ത? സാമാന്യ ബുദ്ധിയുള്ളവന് ഒന്ന് ചിന്തിക്കാവുന്നതാണ്. ഒരു റോഡിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം നൽകേണ്ടത് ആവശ്യമാണ്. അതിന് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഒരു മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ നിലവിൽ അതാത് പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള രജിസ്ട്രേഷൻ അനുസരിച്ചിട്ട് തീരുമാനമെടുത്തിട്ടുള്ള ഒരു തുകയാണ് അതിൻ്റെ നഷ്ടപരിഹാരമായി നിശ്ചയിക്കുന്നത്. അങ്ങനെ ആണ് നിശ്ചയിക്കുന്നതെങ്കിൽ ചെല്ലാനത്ത് മിനി ഫിഷിംഗ് ഹാർബർ 3 വർഷം മുമ്പ് മിനി ഫിഷിംഗ് ഹാർബറിന് സ്ഥലമെടുത്തത് 3,20,000 രൂപയ്ക്കാണ്. 1 സെന്റ് സ്ഥലത്തിന് 3,20,000 രൂപ എന്നത് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഒരു തുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കുടുംബത്തെ
50 മീറ്ററിനകത്തുള്ള ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ കൊടുത്തിട്ട് നിങ്ങൾ മാറി താമസിക്കണമെന്ന് ഗവൺമെന്റ് പറയുന്നതിന്റെ യുക്തി? ഇത് 3 സെന്റ് ഭൂമിയുള്ളവനെ മാത്രമല്ല ഗവൺമെന്റ് അങ്ങനെ മാറ്റി പറഞ്ഞു. 10 സെന്റ് ഭൂമിയുള്ളവനും 50 സെന്റ് ഭൂമിയുള്ളവനും 1 ഏക്കർ ഭൂമി കടലോരത്തുള്ളവനും ഈ 3 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വാങ്ങി മാറിക്കൊടുക്കണം. ഇതെന്ത് ന്യായമാണ്? ഇനി ഗവൺമെന്റിന് ഇത്തരത്തിലുള്ള ഒരു പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെങ്കിൽ അത് തീരദേശത്തെ ജനങ്ങളുമായി സംസാരിക്കുകയും ഗവൺമെന്റ് ആ തീരദേശത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള പുനരധിവാസ പാക്കേജുകൾ കൊണ്ടുവരികയും വേണം. മറ്റൊരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ തീരദേശത്തുള്ള ജനങ്ങളെ 50 മീറ്ററിനകത്തുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു ശ്രമം പൂർണ്ണമായ പരാജയത്തിൽ എത്തിച്ചേരുകയാണ്. കാരണം അത്രക്ക് ജനനിബിഡമാണ് ഈ പ്രദേശം. പിന്നെ എങ്ങനെയാണ് കടലിന് 50 മീറ്ററിനകത്ത് ജനങ്ങൾ എത്തിച്ചേർന്നത് എന്നുകൂടി വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. ഈ ജനങ്ങളാരും കടൽ തീരത്ത് കൊണ്ട് പുരയിടം വെച്ചതല്ല. കടലാക്രമണം കൊണ്ട് കടൽ ശോഷിച്ച് കടൽ തീരം നഷ്ടപ്പെട്ട് കടല് ഇവരുടെ വീടിന്റെ ഉമ്മറത്തേക്ക് കയറി വന്നതാണ്. അല്ലാതെ ഇവരാരും കടലോരത്ത് കൊണ്ട് പെരവെച്ചവരല്ല. അപ്പൊ ഇതിന് ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് തീരം കടലോരം സംരക്ഷിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ജനവിഭാഗം ഇന്ന് കടലാക്രമണം നേരിടുന്ന രീതിയിൽ കടലിനോട് ചേർന്ന് വീടുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രമല്ല ഇവരെ എവിടെ പുനരധിവസിപ്പിക്കും എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ടല്ലേ? അവരെ പുനരധിവസിക്കുന്ന കൂട്ടത്തില് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ജനങ്ങളുടെ തൊഴിലിടം കൂടിയാണ് കടല്. ഇവരെ പുനരധിവസിപ്പിക്കാൻ 10-15 കിലോമീറ്റർ അപ്പുറയുള്ള സ്ഥലം കണ്ടെത്തിയാൽ തൊഴിലാര് കൊടുക്കും? ആ തൊഴിലെടുക്കാൻ അവർക്ക് എങ്ങനെ വരാൻ പറ്റും? ഇതെല്ലാം വളരെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഇതൊന്നും ചിന്തിക്കാണ്ട് ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നത് ആ ജനത 2ാം തരം ജനതയാണോ എന്നുള്ള പ്രസക്തമായ ചോദ്യം ഇവിടെ ഉണ്ട്. കാരണം ഈ പ്രദേശത്ത് തന്നെയാണ് ഫോർട്ട് കൊച്ചിയിലെ ദ്രോണാചാര്യ എന്നുള്ള ഇന്ത്യൻ നേവിയുടെ ക്യാമ്പ് ഉള്ളത്. അവിടെ ഈ ഗ്രോയിൻസും കടൽഭിത്തിയും കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് അവർ സംരക്ഷിക്കുന്നുണ്ട്. അവിടെ ഒരു പ്രശ്നവുമില്ല. ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങള് 2ാം തരം പൗരന്മാരാണെന്നുള്ളതാണ്. ഈ ചോദ്യത്തിന് വേണ്ടപ്പെട്ട അധികാരികൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണം. തീർച്ചയായും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഞങ്ങളുടെ തൊഴിലെടുക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ലേ? ഞങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ? ഇതൊക്കെയാണ് ജനങ്ങളുടെ ചോദ്യങ്ങൾ. ഇതിന് ആരാണ് ഉത്തരം പറയാൻ പോലും ആരും കടന്നു വരുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലേക്ക് ആരും എത്തി നിൽക്കുന്നില്ല ഈ കാലഘട്ടത്തിൽ. കോവിഡ് ഉണ്ട്, കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ അവിടെ എത്തിക്കേണ്ട കാര്യങ്ങൾ എത്തിക്കുകയോ അറിയേണ്ട കാര്യങ്ങൾ അറിയാതെയും പോകുന്നു പലരും. ആരെയും അധിക്ഷേപിക്കാനോ പേരെടുത്ത് കുറ്റപ്പെടുത്താനോ അല്ല, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തീർച്ചയായും. ശ്രീ ടി എ ഡാൽവിൻ, നമുക്ക് തുടരാം. വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ വേണ്ട രീതിയിലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ജനങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പുനരധിവാസത്തിന് സ്ഥലം കണ്ടെത്തുക എന്നതിനേക്കാൾ എളുപ്പമായ വഴിയാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് നിർദ്ദേശിക്കാനുള്ളത്. കടൽഭിത്തി, ശക്തമായ കടൽഭിത്തി, ഗ്രോയിനോടുകൂടിയും പുലിമുട്ടോടുകൂടിയ കടൽഭിത്തി നിർമ്മിച്ച് ഈ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഗ്രോയിൻ സ്ഥാപിക്കണം എന്ന് പറയുന്നത് എന്നുകൂടി മനസ്സിലാക്കും. ഗ്രോയിനുകൾ ഈ സാധാരണഗതിയിൽ കടലാക്രമണം ഉണ്ടാകുമ്പോൾ കടലിന്റെ തിരമാലയ്ക്കനുസരിച്ച് സെഡിമെന്റ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ മണ്ണിന്റെ ഒഴുക്ക് നടക്കുന്നത് തെക്ക് നിന്ന് വടക്കോട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കൊച്ചിയുടെ തീരപ്രദേശത്ത് ഈ നമ്മളുടെ പോർട്ട് ട്രസ്റ്റിന്റെ വരവിന് ശേഷം ഒരു പുതുവൈപ്പിൻ എന്ന് പറയുന്ന പ്രദേശം അവിടെ രൂപപ്പെട്ടു. അത് മുഴുവൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെല്ലാനത്തിന്റെ തീരപ്രദേശത്ത് നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള 1.06 വീതിയിലുള്ള കടലെടുത്ത് ഈ പറയുന്ന സ്ഥലത്ത് കൊണ്ട് സ്ഥാപിച്ച ഒരു കരയാണ്. അങ്ങനെ രൂപപ്പെട്ട ഒരു സ്ഥലമാണ് പുതുവൈപ്പിൻ അല്ലെങ്കിൽ പുതുവെപ്പ് എന്ന് പറയുന്ന ഈ സ്ഥലം. അപ്പോൾ അതെല്ലാം ഇന്ന് പോർട്ട് ട്രസ്റ്റിന്റെ കയ്യിലാണ്. അത് ഗവൺമെന്റ് കൈയടക്കിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു പ്രൈവറ്റ് വ്യക്തികളുടെ ഭൂമി നഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് ഒഴുകിപ്പോയപ്പോൾ അത് ഗവൺമെന്റിന്റെ അധീനതയിലേക്ക് ഗവൺമെന്റ് പോർട്ട് ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്.
അവിടെ നിന്ന് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന വരുമാനം ദശകോടികളാണ്. അപ്പം ഇതിൻ്റെ ഒക്കെ ഇത്രയും വരുമാനം ഗവൺമെന്റ് ഈ സ്ഥലങ്ങളിൽ നിന്നുണ്ടാക്കിയിട്ടും പോർട്ട് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം വന്നതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു തീരത്തെ സംരക്ഷിക്കാൻ പോർട്ട് ട്രസ്റ്റിനോ ഗവൺമെന്റിനോ പദ്ധതി ഇല്ലാതെ ഇരിക്കുന്നത് ഖേദകരമാണ്. മറ്റൊന്ന്, ഈ തീരം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ, അറബിക്കടല് രാജ്യത്തിൻ്റെ അതിർത്തിയാണ്. അതിർത്തി സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റിന് ഒരു ശ്രദ്ധ വേണം. കാശ്മീരും മറ്റും ചൈനയോ പാകിസ്ഥാനോ അവിടെ ശത്രുക്കളാണെങ്കിൽ ഇവിടെ കരയെടുക്കുന്നത് അറബിക്കടലാണ്. ഈ തീരത്തെ സംരക്ഷിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നു കോടിക്കണക്കിന് രൂപ മുടക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ടാവില്ല. എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റുമായി ഈ ഗൗരവമായ വിഷയം സംസാരിച്ച് ഈ തീരത്തെ സംരക്ഷിക്കുന്നതിന് ഒരു പദ്ധതി ഉണ്ടാക്കുന്നില്ല? ഞങ്ങളുടെ സാമാന്യ ബുദ്ധി അനുസരിച്ച് ഞങ്ങൾക്കുള്ള അറിവുകൾ വെച്ച് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ തീരത്ത് 17.5 കിലോമീറ്റർ നീളത്തിൽ പുലിമുട്ടുകളും ഗ്രോയിനുകളും സ്ഥാപിച്ച് അവിടെ സെഡിമെന്റ് ട്രാൻസ്പോർട്ടേഷൻ നടത്തി, അല്ലെങ്കിൽ പ്രകൃതിദത്തമായ രീതിയിലോ ഒരു മണൽത്തിട്ട രൂപീകരിച്ചെടുക്കാൻ കഴിയും. അവിടെ 100-150 മീറ്റർ ബീച്ച് നാച്ചുറലായിട്ട് ഫോം ചെയ്യും ഈ പറയുന്ന ഗ്രോയിനുകളും പുലിമുട്ടുകളും വന്നാൽ. അപ്പോൾ ഈ പറയുന്ന ഗവൺമെന്റ് പറയുന്ന രീതിയിൽ ഈ ആളുകളെ 50 മീറ്റർ മാറ്റി പാർപ്പിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു 100 മീറ്ററോ 150 മീറ്ററോ കര വന്നു കഴിയും. മൊത്തത്തിൽ ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കാൻ 560ഓളം കോടി രൂപയുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ബീച്ച് ഫോർമേഷൻ അല്ലെങ്കിൽ ലാൻഡ് റിക്ലമേഷൻ അവിടെ സാധ്യമാണ്. അപ്പം ആ തരത്തിലുള്ള പഠനങ്ങൾ ഇവിടെ നടക്കണം. ഗവൺമെന്റ് അതിന് തയ്യാറാവണം. പശ്ചിമഘട്ടത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് കാണിക്കുന്ന ഒരു ഉത്സാഹം തീരദേശത്തെ ജനങ്ങളോട് ഗവൺമെന്റ് കാണിക്കുന്നു. തീർച്ചയായും എനിക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ശ്രീ ടി എ ഡാൽഫിനോട് ഉന്നയിച്ചത്. നമ്മൾ ഈ തീരപ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ അന്താരാഷ്ട്ര അതിർത്തികൾ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ എന്ന് മാത്രമാണ്, കരയിലെ രാജ്യങ്ങളെക്കുറിച്ച് മാത്രമാണ് അന്വേഷിക്കുക. പക്ഷേ കടൽ എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യമാണ് ശ്രീ ടി എ ഡാൽഫിൻ ഉന്നയിച്ചത്. ഇത് എല്ലാ നേതൃത്വവും, രാഷ്ട്രീയ നേതൃത്വവും കണ്ണ് തുറന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഇദ്ദേഹം ഇവിടെ ഉന്നയിച്ചിട്ടുള്ള കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു കാര്യം കൂടി അതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഒരു ശത്രുരാജ്യം ആക്രമിക്കുന്നതിനേക്കാൾ ഗുരുതരമായിരിക്കും പ്രകൃതി നമുക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇന്ന് എറണാകുളം ജില്ലയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള ചെല്ലാനം ഗ്രാമത്തെ കടലെടുക്കുക എന്ന് പറഞ്ഞാൽ വേമ്പനാട്ട് കായലിന്റെ ആവാസസ്ഥിതിയെ മൊത്തമായിട്ട് അത് ബാധിക്കും. കേരളത്തിനെ മുഴുവൻ ബാധിക്കും. ആലപ്പുഴ ജില്ലയെ ആദ്യം ബാധിക്കും. അത് കഴിഞ്ഞ് അത് കോട്ടയം ജില്ലയെ ബാധിക്കും. കേരളത്തിന്റെ മൊത്തം പരിസ്ഥിതിയെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നം. ഒരു ഭീകരാക്രമണത്തിൽ ഭീകരെ കൊല്ലുമ്പോ അല്ലെങ്കിൽ അവരെ കീഴടക്കുമ്പോൾ പ്രശ്നം തീരും. പക്ഷേ പശ്ചിമ തീരം, അതായത് നമ്മുടെ ഭാരതത്തിന്റെ പശ്ചിമ തീരത്ത് കടൽ അനിയന്ത്രിതമായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ അതൊരു ഭീകരാക്രമണത്തെക്കാൾ ഗുരുതരമായ ഒരു കാര്യമാണെന്ന് ബഹുമാനപ്പെട്ട അധികാരികൾ ഏവരും മനസ്സിലാക്കണം. ഞങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകർ അത് തിരിച്ചറിയണം. അല്ലാതെ ഇതൊരു ഗ്രാമത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഇന്ന് ചെല്ലാനം, നാളെ ആലപ്പുഴ ജില്ലയിലെ മറ്റ് ഗ്രാമങ്ങളായ എഴുപുന്ന, അരുവുകുറ്റി അങ്ങനെ കയറി വരുമ്പോൾ വേമ്പനാട്ട് കായൽ തന്നെ ഇല്ലാണ്ടാവും. വേമ്പനാട്ട് കായലിനെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ചെല്ലാനം ഒരു സൂചന മാത്രമാണല്ലേ? തീർച്ചയായിട്ടും ഒരു സൂചന മാത്രമാണ്. പശ്ചിമ തീരം ഒരു ഭീകര രാഷ്ട്രമോ അല്ലെങ്കിൽ നമ്മൾ ആക്രമിക്കുന്ന മറ്റ് അതിർത്തി സ്ഥലങ്ങൾ പോലെ ഉള്ളതിനേക്കാൾ ഗുരുതരമാണ് പ്രകൃതിയോടുള്ള കളി എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. തീർച്ചയായും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് ഈ ചെല്ലാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികം മാധ്യമ ശ്രദ്ധ കിട്ടുകയോ അല്ലെങ്കിൽ നമ്മുടെ അധികാരികളുടെ ഇടയിലേക്കൊക്കെ അധികം ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ വാസ്തവം, അല്ലേ? ഇതൊരു കോവിഡ്, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡ് കാലത്ത് മൊത്തത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സമരങ്ങളൊക്കെ ഒരു വിധത്തിൽ കെട്ടടങ്ങുകയോ അല്ലെങ്കിൽ കെട്ടടങ്ങുന്നതിന് കാരണമാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്.
അതുപോലെ ഒരു സാഹചര്യമുണ്ടോ ഈ ചെല്ലാനത്ത്? കാരണം ചെല്ലാനത്തൊക്കെ ഈ പറയുന്ന തീരദേശ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട സമയത്ത് നമ്മളൊക്കെ ലോക്ക്ഡൗണിനെ കുറിച്ചും അവിടെ ലോക്ക്ഡൗൺ നടപ്പാക്കാൻ വേണ്ടി വലിയ പോലീസ് സംവിധാനങ്ങളെയും പട്ടാളത്തെയും ഒക്കെ ഇറക്കുന്ന കാര്യങ്ങളാണ് ആ സമയത്ത് കാണുക. ശരിക്കും നിങ്ങളുടെ ഈ സമരത്തെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം തെരുവിൽ അല്ലെങ്കിൽ കടലോരത്തൊക്കെ വലിയ പ്രതിഷേധ സംഗമങ്ങളൊക്കെ നടത്തുകയും വളരെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യേണ്ട സമയത്താണ് നിങ്ങളൊക്കെ ഇന്ന് വീട്ടിലിരിക്കുന്നത് അല്ലേ? ഈ ഒരു കോവിഡ് കാലം നിങ്ങളുടെ ഈ ഒരു ജനങ്ങളെ ഇത് അറിയിക്കാനുള്ള ആ ഒരു പ്രക്രിയ തടസ്സപ്പെടുത്തിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും അവിടെ നടപ്പാക്കിയ പല റെസ്ട്രിക്ഷൻസും ഗവൺമെന്റ് അവിടുത്തെ ജനങ്ങളെ ഒരു പരിധിവരെ വീടുകളിൽ ഇരിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ കടലാക്രമണം ഉണ്ടായ സമയത്ത് ഈ പറയുന്ന ജനങ്ങൾ തെരുവിലിറങ്ങുകയും അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ മറ്റു പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയതിനേക്കാൾ ഗുരുതരമായ നിയന്ത്രണങ്ങൾ ചെല്ലാനത്ത് ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഈ മറ്റ് കാലഘട്ടങ്ങളിൽ മുൻ വർഷങ്ങളിൽ ഉണ്ടായതിനേക്കാൾ ഭീകരമായി ഈ തവണ കരയെ ആക്രമിച്ചപ്പോഴും ജനങ്ങൾക്ക് അവരുടെ ചെല്ലാനത്തിന്റെ ശരിയായ ദുരിതങ്ങൾ പുറം ലോകം അറിഞ്ഞില്ല. മാധ്യമ പ്രവർത്തകരെ ആരെയും തന്നെ ചെല്ലാനം ഗ്രാമത്തിലേക്ക് കടത്തിവിട്ടില്ല. അതുകൊണ്ട് തന്നെ പുറം ലോകം അതിൻ്റെ ഗൗരവം കൃത്യമായി മനസ്സിലാക്കുന്നതിന് സാധിച്ചു. ഈ ചെല്ലാനത്ത് കടല് ആക്രമണം നടന്നുകൊണ്ടിരുന്ന ചില പോയിന്റുകളുണ്ട്. അത് ഒരു 5 സ്ഥലങ്ങളിലാണ് സ്ഥിരമായി കടലാക്രമണം നടന്നുകൊണ്ടിരുന്നത്. 5 സ്ഥലത്താണ് ഗവൺമെന്റ് താൽക്കാലികമായ കടൽ ഭിത്തി നിർമ്മിക്കുന്നതിന് വർക്ക് ടെൻഡർ നൽകുകയും എഗ്രിമെന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ മാസം നടന്ന കടലാക്രമണത്തിൽ ചെല്ലാനത്തിന്റെ അതിർത്തി കടന്ന് 17 കിലോമീറ്റർ കടന്ന് കൊച്ചിൻ കോർപ്പറേഷന്റെ അതിർത്തികളായ മാനാശ്ശേരി സൗദി പ്രദേശങ്ങളിലേക്കും കടലാക്രമണം ഉണ്ടായി. 17 കിലോമീറ്ററിലും കടൽ ഭിത്തി കവിഞ്ഞ് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം 6,000-ഓളം വീടുകളിൽ കടല് കയറി ഇറങ്ങിപ്പോകുന്ന വളരെ ദാരുണമായ കാഴ്ച നമ്മൾ കാണേണ്ടിരുന്നു. ഇതൊന്നും നമ്മുടെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ജനങ്ങൾ കണ്ട കാഴ്ചകളല്ല. പലർക്കും ഭീകരമായ ദൃശ്യങ്ങൾ പകർത്താൻ ആ സമയത്ത് കഴിയില്ല. കാരണം വീടുകളിലുള്ള വീട്ടുപകരണങ്ങളും ജീവനും കുട്ടികളെയും സംരക്ഷിക്കുന്നതിനുള്ള തത്രപ്പാടിനിടയ്ക്ക് അത്തരം ഭീകര ദൃശ്യങ്ങൾ പകർത്തുന്നതിന് നമുക്ക് പലർക്കും സാധിച്ചിട്ടില്ല. ഇതിനോടകം അവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടിട്ട് തന്നെ കേരളത്തിലെ ജനങ്ങളൊക്കെ അമ്പരന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ദൃശ്യങ്ങളിൽ പതിയാത്ത കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ കയറി ഇറങ്ങുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളമല്ല, ഇത് ഉപ്പുവെള്ളമാണ്. അത് ആ ഭവനങ്ങളെയും ഭവനത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നശിപ്പിക്കുകയാണ്. അത് രണ്ടാമത് ഉണ്ടാക്കേണ്ടി വരും. അടിത്തറ തൊട്ട് ചിലപ്പോൾ രണ്ടാമത് പണി തുടങ്ങേണ്ട അവസ്ഥയാണ് കടൽ വെള്ളം കയറി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ. തീർച്ചയായും ഇത് ലോകം അറിയാൻ വേണ്ടി പറഞ്ഞു. തീർച്ചയായും ഇത് ലോകം അറിയണം. നമ്മൾ വലിയ വിവാദ വാർത്തകളിലൊക്കെ പുറകെ പോകുമ്പം ഇവിടെ സാധാരണക്കാരായ മനുഷ്യർ ജീവിതത്തോട്, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കഥ ലോകം അറിയണം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ചർച്ച നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചതും. തീർച്ചയായിട്ടും ഒരു കടലാക്രമണം എന്ന് പറയുന്നത് ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം പോലെയുള്ള ഒരു സംഭവമല്ല. കടലാക്രമണം നടക്കുമ്പോൾ വീടുകളിലൂടെ കടൽ കയറി ഒഴുകുമ്പോൾ സംഭവിക്കുന്നത്, കടലിനോടൊപ്പം കയറി വരുന്ന വളരെ കട്ടിയായിട്ടുള്ള ചെളിയുണ്ട്. ആ ചെളി മുഴുവൻ ഇവരുടെ വീടുകളിലേക്ക് കയറി വരും. പിന്നെ അത് ഒന്ന് തുടച്ചു മാറ്റണമെങ്കിൽ 4-5 ദിവസം പ്രയത്നിച്ചാലാണ് മാറ്റാൻ കഴിയുക. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും സെപ്റ്റിക് ടാങ്കുകളെല്ലാം കടലും ചെളിയും കയറി അടഞ്ഞു പോകും. പിന്നെ അവർക്ക് ഈ ശൗചാലയങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത്. ഈ കഴിഞ്ഞ കടലാക്രമണം കഴിഞ്ഞതിന് ശേഷം ഒരു റവന്യൂ വകുപ്പും ഈ പ്രദേശത്ത് ആളുകളുടെ നഷ്ടം എത്രയാണ് എന്ന് കണക്കാക്കാൻ പോലും ഒരു ഉദ്യോഗസ്ഥരും അവിടെ എത്തിയില്ല എന്നുള്ളതാണ്. അതിനവർ പറയുന്ന കാരണം കോവിഡാണ്. അപ്പം ആൾക്കാർക്ക് എന്ത് നഷ്ടമുണ്ടെന്ന് കണക്കാക്കാൻ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ഒരു നാശനഷ്ടം കണക്കാക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്.
അത് ഒരു വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയാൽ അവർ കൊടുക്കുന്നത് ഒരു 99,000 രൂപ, 1,00,000 താഴെ എമൗണ്ട് മാത്രമാണ് പൂർണ്ണമായ ഒരു വീട് നശിച്ചാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ മാനുവൽ അനുസരിച്ച് കൊടുക്കാൻ കഴിയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഒരു വീടിനകത്തു കൂടി ഉപ്പുവെള്ളം കയറി ഇറങ്ങിയാൽ ആ വീട് ഉടനെ ഇടിഞ്ഞു വീഴുകയല്ല, മറിച്ച് സാവധാനം ഒരു 4-5 വർഷം കൊണ്ട് അത് ദ്രവിച്ച് സാവധാനം ഇല്ലാതെ ആയി പോകുന്ന അവസ്ഥയാണ്. മാത്രമല്ല അടുത്ത കാലത്ത് പണിത പല വീടുകളും ഈ വെള്ളത്തിൽ അടിയിലാകുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോകളിൽ കാണുകയും ഉണ്ടായി, പുതിയ വീടുകൾ. തീർച്ചയായും. അപ്പോൾ അത് നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ കാണാൻ കഴിയാത്തത്ര വലിയ ദുരിതങ്ങളും നഷ്ടങ്ങളുമാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കണം. എത്രയോ വീടുകളിൽ ജനങ്ങൾ ഈ കടല് കയറുന്ന സമയങ്ങളിൽ അലാറം വെച്ച് രാത്രി ഓരോ മണിക്കൂർ സമയത്തും അലാറം വെച്ച് എഴുന്നേറ്റ് നോക്കുന്നു, കടല് കയറുന്നുണ്ടോ എന്ന്. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കാര്യം, അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അവർ ജനിച്ചു വീഴുമ്പോൾ മുതൽ ആശങ്കയിലാണ് ജനിച്ചു വീഴുന്നത്. ഇവിടെ ഒരു സർവേ നടക്കുകയുണ്ടായി. ആ സർവേയിൽ എന്തുകൊണ്ട് ചെല്ലാനത്തെ വിദ്യാർത്ഥികൾ പിന്നോക്കം പോകുന്നു എന്ന് പഠിച്ചപ്പോൾ അതിന് ഉത്തരം തന്നത്, ഇവർ ജനിച്ചു വീഴുമ്പോൾ മുതൽ ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കുന്ന ആശങ്ക അത് ഇവരെ പിന്നോട്ട് വലിക്കുന്നു എന്നാണ്. അതായത് ഒരു തലമുറ പോലും അവിടെ മറ്റൊരവസ്ഥയിലേക്ക് മാറുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈ തീരം സംരക്ഷിക്കണം, തീരത്തെ നിലനിർത്തണം. ഈ പറഞ്ഞതുപോലെ ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കലല്ല, മറിച്ച് ഈ തീരം അവിടെ വെച്ച് പിടിപ്പിക്കലാണ് അവിടെ ചെയ്യേണ്ട യഥാർത്ഥത്തിലുള്ള പ്രതിരോധ സംവിധാനം. അതിന് ഗ്രോയിനുകൾ തന്നെയാണ് പ്രതിവിധി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഗവൺമെന്റ് ആധുനികമായ രീതിയിലുള്ള എന്ത് സംവിധാനം കൊണ്ടുവന്നാലും ഇതുവരെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്ര വിഭാഗങ്ങളും ഈ ഭാരതത്തിലും കേരളത്തിലും ഉണ്ടെങ്കിലും ഈ മണ്ണിനെ കുറിച്ച്, തീരദേശത്തെ സംരക്ഷണത്തിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഒരു കൃത്യമായ പഠനം ഇത്രയും വിദഗ്ധരായ IITയും NITയും NOTയും എല്ലാ സംവിധാനങ്ങളും ഭാരതത്തിനുണ്ടായിട്ടും ഇവർക്ക് ഏകസ്വരത്തിൽ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയാതെ? അത് മാത്രമല്ല, അത് പഠിക്കാൻ വേണ്ടിയും കൊച്ചിയിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് കൂടി നമ്മൾ ഓർക്കണം. അതെ. അപ്പോൾ ഇത് കുറെ പദ്ധതികൾ ഉണ്ടാക്കി അത് പലർക്കും തീരം നോട്ടമിട്ടിരിക്കുന്ന ഒരുപാട് വലിയ കോർപ്പറേറ്റുകൾ ഈ രാജ്യത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ തീരത്തുനിന്ന് ജനങ്ങളോട് മാറ്റിപ്പാർപ്പിക്കാൻ, മാറി താമസിക്കാൻ പറയുന്നത് അവിടെ അധിനിവേശം നടത്താൻ വേണ്ടിയിട്ടാണെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ 50 മീറ്റർ തീരദേശത്തെ ജനങ്ങൾ അവിടെ നിന്ന് പോകുമ്പോൾ ഗവൺമെന്റ് ചുളിവിൽ ഈ പറയുന്ന 10 ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുക്കുന്ന ഭൂമി ഇത് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഭൂമി കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ കടൽ ഭിത്തി വരും, കടലിലേക്ക് വലിയ പുലിമുട്ടുകൾ വരും, അവിടെ തീരം വെച്ച് പിടിപ്പിക്കും, ബീച്ചുകൾ വരും, റിസോർട്ടുകൾ വരും, അവിടെ തീരസംരക്ഷണം യഥാർത്ഥത്തിൽ നടക്കും. ഞങ്ങളൊക്കെ മണ്ടന്മാരായി നോക്കി നിൽക്കണ ഒരു കാലം വരും. അപ്പോൾ ചെല്ലാനത്തിന് ഒരു സംസ്കാരമുണ്ട്, തീരദേശത്തിനൊരു സംസ്കാരമുണ്ട്. തീരദേശത്തെ മക്കളെ തീരദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തെ നശിപ്പിക്കുക എന്ന് തന്നെയാണ് അതിനർത്ഥം. അതുകൊണ്ട് തീരത്തോട്, കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു എക്കോസിസ്റ്റത്തെ തകർക്കുന്ന യാതൊരുവിധ നടപടികൾക്കും തീരദേശം ഗവൺമെന്റിനോട് സന്ധിയാവില്ല, അതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ഞങ്ങൾ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം ഗവൺമെന്റ് ഞങ്ങൾക്ക് തിരിച്ചു തരണം. തീർച്ചയായും. ഡോക്ടർ ജോണി പുതുക്കാട്ട്, നമ്മൾ ഈ ചർച്ച തുടങ്ങിയ സമയത്തും അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ നമ്മൾ പറയുന്നത് ഈ കടൽ ഭിത്തി കെട്ടുന്നതൊക്കെയാണ്, തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. പക്ഷേ നമ്മളൊരു ദീർഘകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ 2700 ആകുമ്പോഴത്തേക്കിനും കൊച്ചിയിലെ പല സ്ഥലങ്ങൾ പോലും വെള്ളത്തിനടിയിലാകും എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആശങ്കകൾ ഉണ്ട്. അത് ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ആ ഒരു മാറ്റത്തിൻ്റെ പ്രതിഫലനം കൊച്ചിയിലും ഉണ്ടാകുമെന്ന് ഏകദേശം വ്യക്തമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ കടൽ ഭിത്തി കെട്ടി എടുത്തു എങ്കിൽ പോലും ഒരു ദീർഘകാലത്തേക്ക് നോക്കുമ്പം ഈ കടലിൻ്റെ മക്കളുടെ ഒരു ഭാവിയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ ഭയപ്പെടുത്തേണ്ടതല്ലേ? അല്ലെങ്കിൽ നമുക്കിതിനൊരു ശാശ്വതമായ പരിഹാരം മറ്റെന്തെങ്കിലും നമ്മുടെ മുമ്പിൽ ഉണ്ടോ? ചോദ്യം വളരെ പ്രസക്തമാണ്. ആഗോളതാപനം മൂലം
കടലിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. വരുന്ന 30 വർഷത്തിനുള്ളിൽ കൊച്ചി, ബോംബെ, ഷാങ്ഹായി അങ്ങനെയുള്ള നഗരങ്ങൾ കടലെടുക്കാമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എല്ലാ പഠനങ്ങളും കാണിക്കുകയാണ്. ഇതിനെതിരെ നമ്മളാണോ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചർച്ചകൾ വെക്കേണ്ട? മാധ്യമം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ചോദ്യങ്ങൾ കുറെ കൂടി ആഴത്തിലും പ്രസക്തമായിട്ടും ചോദിക്കപ്പെടേണ്ടത് നമ്മുടെ ഗവൺമെന്റുകളോടാണ്. തീർച്ചയായും അവർ കേൾക്കാൻ വേണ്ടി തന്നെ നമ്മൾ ചോദിക്കുന്നത്. നെതർലാൻഡ്സ് പോലുള്ള നിങ്ങൾ ആ ചോദ്യം ഉയർത്തുന്നതിൽ ഞങ്ങൾ സന്തോഷവാന്മാരാണ്. നെതർലാൻഡ്സ് പോലുള്ള രാജ്യങ്ങൾ ഈ അവസ്ഥകളൊക്കെ ഉള്ളപ്പോൾ തന്നെ അവരുടെ അതിജീവനത്തിന് അവർ വൻ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശങ്ങളിൽ പോലും അതിജീവനവും ബീച്ചുകളും ഉല്ലാസ കേന്ദ്രങ്ങൾ പോലും ആ മേഖലകളിലൊക്കെ നടക്കുന്നുണ്ട്. പ്രവൃത്തികൾ നിലനിന്ന് പോകുന്നുണ്ട്. നമ്മൾക്ക് അതിനെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം വേണം. ആ പഠനത്തിനേക്കാൾ ഉപരി ഇന്ന് ചെയ്യാത്തവർ നാളെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നതിൽ എത്രത്തോളം വസ്തുതകൾ, എത്രത്തോളം യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ല. ഇപ്പോഴ് ഈ കൂടുതലായിട്ട് വരാൻ പോകുന്ന ഈ കടൽ ജലനിരപ്പിന്റെ ഉയർച്ചയിൽ നമ്മൾക്ക് ആശങ്കയുണ്ട്. അതിനേക്കാൾ ഉപരി ഇന്നത്തെ ദിവസത്തെ ആ ആശങ്കകൾ എങ്ങനെ മാറ്റും, അതിനെക്കുറിച്ചും പഠനം വേണമെന്ന്, വ്യക്തമായ പഠനം വേണമെന്ന് ഈ തീരദേശത്തെ മുഴുവൻ മുൻനിർത്തി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. 2 ഗവൺമെന്റുകളോട് ആവശ്യപ്പെടുകയാണ്. സംസ്ഥാന ഗവൺമെന്റിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും ആവശ്യപ്പെടുകയാണ്. ഇതിനെക്കുറിച്ചും ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തണം. ഇതിനെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ശ്രീ ഡാൽഫിൻ സൂചിപ്പിച്ചതുപോലെ ഇത് പരിസ്ഥിതിയെ, ആവാസ വ്യവസ്ഥിതിയെ മൊത്തം ബാധിക്കുന്നൊരു കാര്യമാണ്. അത് ഇനി വരാൻ പോണത് ഇതിലും ഗുരുതരമായിരിക്കും. ഇപ്പോഴേ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് സമയം കിട്ടും, അതിന് സാവകാശം കിട്ടും, അതിനുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ദുരന്തമല്ല, വൻ ദുരന്തമായിരിക്കുമെന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. ഈ വിഷയത്തിൽ ശ്രീ TA ഡാൽഫിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? മുന്നറിയിപ്പുകൾ നമ്മൾ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. ഇവിടെ ഒരു വലിയ 2 വർഷം മുമ്പ് ഒരു വലിയ ഫ്ലഡ് ഇവിടെ ഉണ്ടായി. അതിനെ സംബന്ധിച്ചും കൃത്യമായ മുന്നറിയിപ്പ് ഗവൺമെന്റിന് കിട്ടിയിരുന്നു. മുന്നറിയിപ്പുകൾ കണക്കിലെടുക്കാതിരുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വലിയ അപകടം കേരളത്തിൽ ഉണ്ടായത്. മുന്നറിയിപ്പ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഓഖി പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടായത്, അല്ലേ? ഉണ്ടായത്. അപ്പം ആഗോളതാപനം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടെന്നും 2030 അല്ലെ 25 വർഷം കൊണ്ട് കൊച്ചിയും അതുപോലുള്ള തീരപ്രദേശങ്ങളും കടൽ വെള്ളത്തിനടിയിലാകുമെന്ന് ഇത്രയും നേരത്തെ നമുക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അതിനെക്കുറിച്ച് ഒരു പ്രതിവിധി കാണാൻ വേണ്ടി ശ്രമിക്കാത്തത്? ഈ പറയുന്ന കടല് കയറി തീരം കടലിനടിയിലാകാൻ വേണ്ടി കാത്തിരിക്കുകയാണോ നമ്മൾ? ഈ ഓഖി ഉണ്ടായ സമയത്തും ഫ്ലഡ് ഉണ്ടായ സമയത്തും ഒക്കെ ഇവിടെ ഈ ശ്രീധരൻ വളരെ പ്രസക്തമായ ഒരു വാചകം പറഞ്ഞു. ഇത് ഈ അപകടം അല്ലെങ്കിൽ ദുരന്തം മനുഷ്യനിർമ്മിതമാണ് എന്നൊരു വാചകം അദ്ദേഹം ഉപയോഗിച്ചു. കേരളത്തിൽ കാണുന്നതും ഭാരതത്തിൽ കാണുന്നതുമായ പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ കൃത്യമായി പഠിച്ചാൽ കൂടുതലും മനുഷ്യനിർമ്മിതങ്ങളാണ് എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട് വരും. അപ്പോൾ 2030 ഇങ്ങനെ ഒന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ സംഭവിക്കുമെങ്കിലും അതും മനുഷ്യനിർമ്മിതമാകാനാണ് സാധ്യത. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള കൃത്യമായ പഠനങ്ങൾ, മുന്നറിയിപ്പുകൾ നമ്മൾക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ പ്രതിനിധികൾ ചെയ്യേണ്ടത് ഗവൺമെന്റുകളാണ്. വ്യക്തികൾ എന്ന നിലയിലോ സംഘടനകൾ എന്ന നിലയിലോ സഭയെന്ന നിലയിലോ അതിനൊരു പ്രതിവിധിയും കാണാൻ നമുക്കാവില്ല. തീർച്ചയായും. ഡോക്ടർ ജോണി പുതുക്കാട്ട്, നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ചെല്ലാനം ഉൾപ്പെടുന്ന പ്രദേശം വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ ഒരു പ്രശ്നങ്ങളിൽ നമ്മുടെ മുമ്പോട്ടുള്ള സൂചകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കാം ഇനി ഈ ഒരു പ്രശ്നത്തെ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയൊക്കെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പോവുക? ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾക്ക് മുന്നേ ഞാനൊരു കാര്യം പറയുകയാണ്. ഈ അപകടസന്ധിയിൽ
വലിയവരും ചെറിയവരുമായ എല്ലാ മനുഷ്യരും ഒത്തിരി സുമനസ്സുകൾ ഞങ്ങളുടെ ചെല്ലാനത്തിനെയും ഞങ്ങളുടെ തീരപ്രദേശത്തെയും കൈ അഴഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെക്കാൾ ഉപരിയായിട്ട് സാധാരണ വീട്ടമ്മമാര്, മേരി ചേച്ചിയുടെ ഉദാഹരണം താങ്കൾ തന്നെ എടുത്തു പറഞ്ഞു. അങ്ങനെയുള്ള ഒത്തിരി, മേരി സെബാസ്റ്റ്യൻ നൽകിയ ആ ഒരു 100 രൂപ, അതെ, 1 കോടി പുണ്യമുള്ള 100 രൂപ, അതെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ ഒത്തിരി സുമനസ്സുകൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ തീരദേശ ജനതയുടെ പേരിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ആദ്യം തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഞങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇച്ഛാശക്തിയുള്ള രീതിയിൽ യുവജനങ്ങൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പലതരം രീതിയിൽ പ്രവർത്തനങ്ങൾ ചിലരെ ഏകോപിപ്പിക്കുന്നുണ്ട്. മുന്നോട്ട് വരുന്ന സമയത്ത് സഭ അതിനെ എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കും. ന്യായമായ എന്ത് കാര്യങ്ങൾക്കും ആലപ്പുഴ കൊച്ചി രൂപതകള്, അവിടുത്തെ 2 രൂപതകൾ ഒന്നിച്ചാണ് ഈ തീരപ്രദേശത്തുള്ള ഞങ്ങൾ എല്ലാ വൈദികരും, സഹോദര വൈദികരും എല്ലാവരും ഞങ്ങൾ കൂടെ ഉണ്ടാകും. സന്യസ്തര് കൂടെ ഉണ്ടാകും. ഞങ്ങള് ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ കൂടെ ന്യായമായ രീതിയിൽ പ്രതികരിക്കേണ്ട രീതികളിൽ ഞങ്ങൾ പ്രതികരിക്കും. ആ പ്രതികരണം വളരെ ശക്തമായിരിക്കും. ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും. ഞങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. പോർട്ടി കൊച്ചു മുതൽ അന്ധകാരനഴി വരെയുള്ള പുലിമുട്ടോട് കൂടിയുള്ള കടൽഭിത്തിയാണ് ഞങ്ങൾക്ക് ആവശ്യം. അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമില്ലെന്ന് വ്യക്തതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ മധ്യഭാഗത്താണ് കൂടുതൽ, അതായത് ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലാണ് കൂടുതൽ ആയിട്ട് അത് അനുഭവപ്പെടുന്നത്. അവിടെ ആദ്യം ചെയ്തതിന് ശേഷം സമയബന്ധിതമായിട്ട് മുഴുവൻ സ്ഥലത്തും ഞങ്ങൾക്ക് പുലിമുട്ടോട് കൂടിയ ശാശ്വത പരിഹാരം, കടൽ ക്ഷോഭത്തിനുള്ള ശാശ്വത പരിഹാരം നൽകണം. ഞങ്ങളുടെ ആവാസ വ്യവസ്ഥിതിയെ ആർക്കും അട്ടിമറിക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അവിടെ നടക്കുന്നത് തികച്ചും മനുഷ്യത്വരഹിതമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. ആവർത്തിക്കുകയാണ്. ജീവിക്കാനുള്ള അവകാശം, പാർപ്പിടത്തിനുള്ള അവകാശം, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, ഇതെല്ലാം നഷ്ടപ്പെടുന്ന ജനതയായിട്ട് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് ആരും കരുതേണ്ട. ജാതി മതഭേദമന്യേ ഞങ്ങൾ പശ്ചിമ കൊച്ചി എന്ന് പറയുന്ന പഴയ കൊച്ചിക്കാരെന്ന് ഞാൻ പറയുന്നത്, ഈ കൊച്ചി ഇന്ന് എറണാകുളത്തേക്ക് ന്യൂ കൊച്ചിൻ വളരുന്നുണ്ടെങ്കിൽ ഈ ഓൾഡ് കൊച്ചിൻ ഉണ്ടാകണം. അതിന്റെ തെക്കേ അറ്റമാണ് ചെല്ലാനം. ഞങ്ങൾ പശ്ചിമ കൊച്ചി ഒന്നിച്ചു നിൽക്കും. ഞങ്ങളുടെ ആവശ്യം നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ പൂർണ്ണതയോടെ, ഐക്യത്തോടെ ഒന്നിച്ചു നിന്ന് പോരാടും. ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ നേടിയെടുക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഞങ്ങളെ കേൾക്കുന്ന ഈ ടിവിയുടെ എല്ലാ ശ്രോതാക്കളുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചർച്ച ഒരുക്കി തന്നതിന് നിങ്ങൾക്ക് പ്രത്യേകം, ഷെയ്ഖന ടിവിക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുക കൂടിയാണ്. കാരണം സ്വരമില്ലാത്തവർക്ക് അലറി വിളിക്കേണ്ട സമയത്ത് സ്വരമാകാൻ നിങ്ങളെപ്പോലുള്ള, തീർച്ചയായും ആ ഒരു സ്വരമാകാൻ ഷെഖീന TV മുമ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു. ഇവിടെ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ചെല്ലാനം ഒരു സൂചന മാത്രമാണ്. കേരളത്തിൻ്റെ പല തീരപ്രദേശങ്ങളും വർഷങ്ങൾക്കുള്ളിൽ കടലിനടിയിലാകുമെന്ന ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പോൾ ഉറങ്ങുന്നവർ എപ്പോഴാണ് ഉണരുക? ഇപ്പോൾ ചെറുവിരൽ അനക്കാത്തവർ എപ്പോഴാണ് കൃത്യമായ കാര്യനിർവഹണത്തിലേക്ക് കടക്കുക? ആ ഒരു ആശങ്കയാണ് ഈ ചർച്ചയിൽ ഇവിടെ ഉന്നയിച്ചത്. മത്സ്യബന്ധനം നടത്തുന്നവർ അല്ലെങ്കിൽ കടലിൻ്റെ മക്കൾ, അത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ സംസ്കാരത്തിന് ഒപ്പം സഞ്ചരിക്കേണ്ടവരാണ് അവരെ മാറ്റി പാർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരമല്ല അവിടെ സർക്കാർ സംവിധാനങ്ങൾ നൽകേണ്ടത്. അവരെ വിശ്വാസത്തിലെടുത്ത് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് ഏറ്റവും ഉത്തമമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾ മുമ്പോട്ട് വരണം. മാത്രമല്ല, പശ്ചിമ കൊച്ചിയിലെ ജനങ്ങളെ മൊത്തം പിന്തുണയ്ക്കുവാൻ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുകൂടി ഈ സമയത്ത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിൻ്റെ സൈന്യമെന്ന ഭംഗി വാക്കുകൊണ്ടൊന്നും പശ്ചിമ കൊച്ചിയിലെ സാധാരണക്കാരായ ജനങ്ങളെ, കടലിൻ്റെ മക്കളുടെ കണ്ണീർ ഒപ്പുവാൻ നമുക്ക് സാധിക്കില്ല. ഭംഗി വാക്കുകൾക്ക് അപ്പുറമായിട്ട്, സോഷ്യൽ മീഡിയയിലെ ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾക്ക് അപ്പുറമായിട്ട് ഈ ജനതയോട് സംസാരിക്കുവാൻ, ഈ ജനതയ്ക്ക് ഒപ്പം നിൽക്കുവാൻ, അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത കോവളം MLA ശ്രീ M. വിൻസെന്റ്, കൊച്ചി രൂപത PRO ഡോക്ടർ ജോണി പുതുക്കാട്ട്, പശ്ചിമ കൊച്ചി സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ TA ഡാൽഫിൻ, 3 പേർക്കും നന്ദി.